അസ്സലാമലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ദുനിയാവ് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. അതുകൊണ്ട് ഇവിടെ നന്നായി കൃഷി ചെയ്തവനെ ആഖിറത്തിൽ നീതിമാനായ അള്ളാഹു പ്രതിഫലം നൽകി സന്തോഷിപ്പിക്കും. പക്ഷേ ആഖിറത്തിലേക്കുള്ള കൃഷിയാവണം, ജനങ്ങളെ കാണിക്കാനുള്ളതാവരുത്. ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. നമ്മൾ ഇന്ന് വരാൻ പോകുന്നത് ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ജീവിതം തുടങ്ങുമ്പോൾ എന്തെല്ലാം കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. ഉറക്കമുണർന്നാൽ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ അമാതാന വഇലൈഹിൻ നുശൂർ എന്നുള്ള ദിക്ർ കൊണ്ട് തുടങ്ങുക. ശേഷം ബിസ്മില്ല എന്ന് ചൊല്ലി എഴുന്നേൽക്കുക. പല്ല് തേക്കാൻ ബിസ്മില്ല എന്ന് ചൊല്ലി തുടങ്ങുക. ബാത്റൂമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തോർത്തുകൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ തല മറക്കുക. കാലിൽ ചെരുപ്പ് ധരിക്കുക സുന്നത്താണ്. ചെരുപ്പ് ധരിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലി വലത്തെ കാലിൽ ആദ്യം ധരിക്കുക. ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ ഇടത്തെ കാൽ മുന്തിച്ച് ഈ ദിക്റ് കൂടി ചൊല്ലുക. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. വുളൂഹ് ചെയ്യുക. വുളൂഹ് ചെയ്ത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം വലത്തെ കാൽ മുന്തിച്ച് ഇറങ്ങിയ ശേഷം ഇങ്ങനെ ചൊല്ലുക: ഉഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അസ്ഹബ അന്നി ആദാ വആഫാനി. വുളൂഇൻ്റെ ശേഷമുള്ള ദിക്ർ ചൊല്ലുക. ശേഷം 3 പ്രാവശ്യം സൂറത്തുൽ ഖദർ ഓതലും സുന്നത്താണ്. തഹജ്ജുദ് 2 റക്അത്ത് നിസ്കരിക്കുക. സുബ്ഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ശേഷം സുബ്ഹി നമസ്കാര ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു യാസീൻ ഓതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുന്നു, ഒരുവൻ പകലിൻ്റെ ആരംഭത്തിൽ സൂറത്തുൽ യാസീൻ ഓതുകയാണെങ്കിൽ ആ ദിവസത്തിലുള്ള അവൻ്റെ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കപ്പെടുന്നതാണ്. സൂര്യൻ ഉദിച്ച് 15 മിനിറ്റ് ശേഷം മുതൽ നട്ടുച്ച സമയം വരെയാണ് ളുഹ നിസ്കാര സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമ്മുടെ ശരീരത്തിലെ 360 കെണിപ്പുകളുണ്ട്. അതിനെല്ലാം അള്ളാഹുവിനോട് നന്ദി പറയണം. ളുഹ നിസ്കാരം അതിന് പകരമായി നിൽക്കുന്നതാണ്. ളുഹ നിസ്കാരം പതിവാക്കുന്നവരെ സ്വർഗത്തിലെ ബാബുൽ ളുഹ കവാടമുണ്ട്, അതിലൂടെ അവർക്ക് പ്രവേശിക്കാം. ളുഹ നിസ്കാര ശേഷം ഈ ദിക്ർ 101 പ്രാവശ്യം ചൊല്ലുക. റബ്ബി ഇഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഈ ദിക്ർ 101 പ്രാവശ്യം ചൊല്ലുക. ഒരു തെറ്റ് പോലും ചിന്തിക്കുക പോലും ചെയ്യാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവസവും 100 പ്രാവശ്യം അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാറുണ്ടായിരുന്നു. ജോലിക്ക് പോകുമ്പോൾ ഈ ഒരു നിയ്യത്തോടു കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങുക. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹലാലായ മാർഗത്തിലൂടെ എൻ്റെയും കുടുംബത്തിൻ്റെയും ഫർളായ ബാധ്യത നിറവേറ്റാൻ വേണ്ടി ഞാൻ ജോലിക്ക് പോകുന്നു. ഇതൊരു സോലിയാത്തായ അമലായി നീ സ്വീകരിക്കണേ നാഥ. അവൻ തിരിച്ചു വരുന്നതുവരെ ഇതൊരു സൽക്കർമ്മമായി പരിഗണിക്കുന്നതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ദിക്ർ ചൊല്ലുക: ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതുപോലെ തന്നെയാണ് സ്ത്രീകളും വീട്ടുജോലി ചെയ്യുമ്പോൾ നല്ല നിയ്യത്തോടു കൂടി ചെയ്യുക. അതിനും അർഹമായ പ്രതിഫലം നാഥൻ നൽകുന്നതാണ്. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ താഴെയുള്ള ഈ ദിക്ർ ചൊല്ലുക. ശേഷം അവിടെയുള്ളവരോട് സലാം പറയുക. ശേഷം ഇഖ്ലാസ് ഓതുക. എന്നാൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. ആഹാരം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലി മര്യാദയോടെ ഭക്ഷണം കഴിക്കുക. കഴിച്ച ശേഷം പാത്രം വടിച്ച് കഴുകുകയും വിരലുകൾ ഉറിഞ്ചുകയും ചെയ്യുക. അതിലാണ് ബർക്കത്തുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മഗ്‌രിബ് നിസ്കാര ശേഷം സൂറത്തുൽ യാസീൻ, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ ദുഹാൻ, സൂറത്തുൽ റഹ്മാൻ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ സജ്ദ ഈ സൂറത്തുകൾ പതിവാക്കുക. ഈ ഓരോ സൂറത്തിൻ്റെയും പ്രാധാന്യം നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നില്ല. ശേഷം ഹദ്ദാദ് ചൊല്ലുക. ഇശാഇൻ്റെ ശേഷം അനാവശ്യ കാര്യത്തിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. രാത്രിയിലെ അവസാനത്തെ നിസ്കാരം വിത്തർ 3 റക്അത്ത് പതിവാക്കാൻ കഴിയണം.
ഉറങ്ങുന്നതിന് മുമ്പ് ഉളൂ ചെയ്യുക, സുഗന്ധം പൂശുക, വിരിപ്പിൽ ഇരുന്നു കൊണ്ട് ഫാത്തിഹ, 3 ഇഖ്ലാസ്, സൂറത്തുൽ മുഅവ്വിദതൈൻ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ആയത്തുൽ കുർസി, ആമന റസൂലു, സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാ 33 പ്രാവശ്യവും, അല്ലാഹു അക്ബർ 34 പ്രാവശ്യവും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 21 പ്രാവശ്യവും, ശേഷം നബിയുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലുക. ശേഷം ഉറങ്ങാൻ പോകുന്ന ദിക്റും കൂടി ചൊല്ലുക. നമ്മൾ നിത്യമായി പതിവാക്കേണ്ട ദിക്റുകളിൽ ഒന്നാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് ഒരു പ്രാവശ്യം ചൊല്ലുമ്പോൾ അതിന് പകരമായി അല്ലാഹു അവന് സ്വർഗത്തിൽ ഒരു മരം നട്ടുകൊടുക്കുന്നതാണ്. അടുത്ത ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നാവിൻ കനം കുറഞ്ഞ 2 വാക്ക്, റഹ്മാനിലേക്ക് ഇഷ്ടപ്പെട്ട 2 വാക്ക്, ആഖിറത്തിൽ തുലാസിൽ ഭാരം കൂടിയ 2 വാക്ക് ഇതാകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒരുവൻ്റെ അവസാന വാക്കായാൽ അത് ഉച്ചരിച്ചാണ് മരിച്ചതെങ്കിൽ അവൻ സ്വർഗത്തിലാണെന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കാമല്ലോ അതിൻ്റെ മഹത്വം. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അതുപോലെ വിജയത്തിനും ധൈര്യം ലഭിക്കുവാനൊക്കെ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് ചൊല്ലിയാൽ മതിയാവും. ദിക്റുകൾ പറഞ്ഞാൽ തീർക്കാൻ പറ്റാത്ത മഹത്വങ്ങളുണ്ട്. അതുകൊണ്ട് ദിക്റുകൾ കഴിവിൻ്റെ പരമാവധി ചൊല്ലണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ദുനിയാവ് ലക്ഷ്യം വെക്കാതെ ആഖിറ മാത്രം ലക്ഷ്യം വെച്ച് നിത്യമാക്കാൻ ശ്രമിക്കുക. അതെത്ര കുറഞ്ഞാലും ശരി, അപ്പോൾ ദുനിയാവും കൂടി രക്ഷപ്പെടും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിത്യമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സമയത്ത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഒഴിവാക്കാതെ ആ ദിവസത്തിൽ തന്നെ മറ്റ് സമയത്ത് ചെയ്തു തീർക്കാൻ ശ്രമിക്കണം. വല്ല കാരണവശാലും ആ ദിവസം പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിർബന്ധ ബുദ്ധിയോടെ അടുത്ത ദിവസം ചൊല്ലി തീർക്കാൻ ശ്രമിക്കുക. ഒരു നല്ല കാര്യം നിത്യമായി ചെയ്യുന്നത് അള്ളാഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇഷ്ടപ്പെടുന്നു. അത് കുറച്ചായാലും ശരി. നിശ്ചയമായും പ്രവൃത്തികൾ സ്വീകരിക്കുന്നതും നിയ്യത്ത് കൊണ്ട് മാത്രമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലോകമാന്യം വരുത്തി എല്ലാം നഷ്ടപ്പെടുത്തരുത്. ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് ഇബ്ലീസിന് ഏറ്റവും ദേഷ്യമുള്ളതാണെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവും ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതിനു വേണ്ടിയുമാണല്ലോ നാം ശ്രമിക്കുന്നത്. അത് പാഴാക്കാൻ ഇബ്ലീസിൻ്റെ ശ്രമം ഉണ്ടാവും. അമലുകൾ സ്വീകരിക്കുന്നവൻ അള്ളാഹു ആണ്. അത് സ്വീകരിച്ചോ ഇല്ലയോ എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് അഹങ്കരിക്കരുത്. അള്ളാഹുവിനോട് എപ്പോഴും നമുക്ക് വേണ്ടി ഇബ്ലീസിൻ്റെ ഷർറിൽ നിന്ന് കാവലായി ദുആ ചെയ്യുക. ഇബ്ലീസിൻ്റെ ഷർറ് വലിയ ഷർറാണ്. പക്ഷേ നമുക്കുള്ള സമാധാനം അള്ളാഹുവിനോട് ചോദിക്കലാണ്. സ്വലാത്തിൽ ഇബ്ലീസിൻ്റെ ഷർറ് കടന്നു കൂടുകയില്ല. അത് ഏറ്റവും വലിയ സമാധാനവും കൂടിയാണ്. ആഖിബത്ത് നന്നാക്കുവാനും ദുആ ചെയ്യുക. അള്ളാഹു നമ്മയെല്ലാം അവൻ്റെ നല്ല അടിമകളിൽ ഉൾപ്പെടുത്തട്ടെ.